ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് വീക്കെൻഡായിട്ട് ഫിഷിങ്ങിന് പോയത്. അന്നേരം ഞങ്ങളൊരു ഡോൾഫിൻ ഷോയ്ക്ക് കയറിയായിരുന്നേ. അത് മർജാന ഐലൻഡിൻ്റെ അടുത്തുള്ളൊരു ഇതാണ് കുട്ടികൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെ ചെന്നപ്പോഴത്തേക്കും കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കൂടുതലും നമ്മൾ ഇന്ത്യൻസാണ്. അങ്ങനെ പോയി ടിക്കറ്റ് എടുത്തു. 10 റിയാലാണ് എൻട്രി ഫീ. അവിടെ പിന്നെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അകത്തോട്ട് കയറുമ്പോൾ കളിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഫോട്ടോയൊക്കെ എടുക്കാം. അത് കഴിഞ്ഞ് നേരെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഇവിടെ കുറേ ഇത് കണ്ടോ, കുട്ടികൾക്ക് വെള്ളത്തിലൊക്കെ കളിക്കാനൊക്കെ ഡ്രസ്സൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാം കുട്ടികൾ. പക്ഷേ അതിനെല്ലാം സെപ്പറേറ്റ് ഫീസാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻട്രി ഫീസ് 10 റിയാലാണ്. അത് കഴിഞ്ഞ് പിന്നെ ഓരോ റൈഡിലും കയറുമ്പോൾ നമ്മൾ ഫീസ് പേ ചെയ്യേണ്ടി വരും. ആക്ച്വലി നമ്മളിത് കളിക്കാനായിട്ടല്ല പോകാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഫിഷിങ്ങിന് വേണ്ടി പോകാൻ ഇറങ്ങിയതാണ് മർജാന ഐലൻഡിലോട്ട്. അപ്പോൾ ആ പോകുന്ന വഴിക്കാണ് ഈ പ്ലേസ് കണ്ടത്. അപ്പം എൻ്റെ മോള് കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ അവളെ ഒന്ന് കാണിക്കാൻ ഡോൾഫിൻ ഷോ എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. അങ്ങനെ ഞങ്ങളങ്ങനെ നേരെ പോയി കഴിയുമ്പോൾ ഇത് ഫസ്റ്റ് എൻട്രിയാണ് ഇത്രയും ഈ കയറുന്ന ഭാഗത്താണ്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ലാസ്റ്റിലായിട്ട് ഡോൾഫിൻ ഷോ കാണുന്നത്. അതിനിടയ്ക്ക് എൻ്റെ മോള് ഓടിപ്പോയി ഇതിൽ കയറി. ഇതിൽ പക്ഷേ നമുക്ക് ഇത് പേ ഒന്നും ചെയ്യേണ്ടായിരുന്നു. പിന്നെ അവൾ അവിടെ നിന്ന് വലിച്ച് പിടിച്ച് കൊണ്ടുവന്ന് നേരെ ഞങ്ങൾ അങ്ങോട്ട് പോവുക, ഡോൾഫിനെ കാണിക്കാമെന്ന് പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറക്കി. അപ്പോൾ ഇതാ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഫീസ് പേ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ കണ്ടോ കുട്ടികൾക്ക് കളിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഇഷ്ടം പോലെ കളിക്കാനൊക്കെ പറ്റും. ഞങ്ങൾ പിന്നെ ഡ്രസ്സൊന്നും എടുക്കാത്തത് കൊണ്ട് കുട്ടികളെയൊന്നും അതിൽ ഇറക്കിയിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയി അതിൻ്റെ വലത് ഭാഗത്ത് തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കാറിൻ്റെയൊക്കെ ഒരു ഇങ്ങനെ റൈഡ് ചെയ്യുന്ന അതൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഗോസ്റ്റ് ഹൗസ് ഉണ്ട്. അതിനകത്തൊന്നും കയറിയില്ല ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ. മുമ്പ് മോനുള്ള സമയത്ത് മോൻ ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾ എപ്പോഴും വരുമായിരുന്നു മോനെയൊക്കെ കളിപ്പിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ കോബാറിലോട്ടൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറിയപ്പോൾ ഇത് ദമാം സൈഡിലാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് അധികം പോകാറില്ല. പിന്നെ ഇതായിട്ട് ഒത്തിരി ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ വലിയവർക്കും പോയിരിക്കാം, ചായയൊക്കെ കുടിക്കാം. അങ്ങനെ ഒരു വീക്കെൻഡ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. ആ ഭാഗത്തോട്ടായിട്ട് ഗോസ്റ്റ് ഹൗസ്. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു റൈഡുണ്ട്. അത് കഴിഞ്ഞ് ഈ കാണുന്ന ഈ റൈഡിലൊന്നും ഞങ്ങൾ കയറിയില്ല. പിന്നെ എല്ലാവർക്കും അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഐസ്ക്രീമൊക്കെ വയ്ക്കുന്ന കടയുണ്ട്. പിന്നെ ഈ കീ ചെയിനിലൊക്കെ പേരെഴുതി വെക്കുന്ന അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഫോണിൻ്റെ ബാക്ക് കവറിലൊക്കെ നമ്മുടെ ഫോട്ടോസൊക്കെ കൊടുത്തവർ അപ്പം തന്നെ പ്രിൻ്റ് ചെയ്തൊക്കെ തരും. അതിന് 40 റിയാലോ അങ്ങനെ എന്തോ ആണ്. ഫോണിൻ്റെ കവറും ഫോട്ടോ എല്ലാം. പിന്നെ എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ചു. അവിടെ നിന്ന് ഓരോരുത്തർ ഐസ്ക്രീം മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡോൾഫിൻ അതൊരു 8:30 കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് 7:30 ആയിരുന്നു. 8:30 അത് ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അടുത്ത ഓരോരോ 3-4 സെക്ഷൻ ഉണ്ട് വൈകുന്നേരം. അതിൽ 8:30 അടുത്ത് ഞങ്ങൾ ചെന്നപ്പോൾ ഉള്ളത്. പിന്നെ 8:30 അത് 8:10 ഞങ്ങൾ അകത്ത് കയറ്റി. അന്നേരം വേണ്ടേ ആദ്യത്തെ 2 റോയിൽ നമ്മളെ ഇരുത്തത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് കേട്ടോ ആദ്യം സീലാണ് വരുന്നത്, ചെറിയൊരു സീല് നമ്മുടെ അടുത്തൊക്കെ വരും കേട്ടോ. ഈ 2 റോയിലിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ കുട്ടികളെ നിർത്തി ഫോട്ടോ എടുക്കും. ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് അവർ പ്രിൻ്റ് തരും. പക്ഷേ അത് നമ്മൾ എടുത്തില്ല. 90 റുപ്പീസ് റിയാൽ പറഞ്ഞതുകൊണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഫിഷിങ്ങിന് പോയി. പക്ഷേ മർജാന ഐലൻഡ് അവിടെ ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് എല്ലാം ചെയ്തിട്ട് തിരിച്ചു പോന്നു. ബായ്.